ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനം തിരുവചനം എന്ന ടെലിവിഷൻ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ നാം ധ്യാനിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം വാക്യം 16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എന്താ ദൈവവചനം നമ്മളോട് പറയുന്നത്? ദൈവത്തെ നമ്മളല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതേ പ്രിയപ്പെട്ടവരെ, നാം ഏതെങ്കിലും ഒരു പ്രത്യേക ദൗത്യം നിറവേറ്റുന്നവരാണെങ്കിൽ അതിന് കാരണം ദൈവം നമ്മളെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ വാക്യം 19 ഇങ്ങനെ പറയുന്നുണ്ട്, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുന്നില്ല എങ്കിൽ വചനം പറയുകയാണ്, വെട്ടി തീയിലെറിയപ്പെടും. മർക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, അടുത്ത ദിവസം അവർ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. വചനം പറയുകയാണ്, അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, തളിരിട്ട് ഫലങ്ങളുള്ള വിധത്തിൽ, കബളിപ്പിക്കുന്ന വിധത്തിൽ ആ അത്തിമരം നിൽക്കുകയായിരുന്നു. പിന്നീട് ശിഷ്യന്മാരോടൊപ്പം തിരിച്ചു വരുമ്പോൾ, യേശുവിനോടൊപ്പം ശിഷ്യന്മാർ വരുമ്പോൾ കണ്ട കാഴ്ച എന്താ? രാവിലെ പറഞ്ഞ അത്തിമരം കരിഞ്ഞ് ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തു മനസ്സിലായി? ഫലം പുറപ്പെടുവിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, എന്താണ് മനസ്സിലായത്? ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ അഭിനയിച്ചാൽ മാത്രം പോരാ, നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടണം. ഒരുപക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളിൽ ഫലമുള്ളതുപോലെ തോന്നാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കബളിപ്പിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ആ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും അത് കബളിപ്പിക്കുന്ന വിധത്തിൽ അവിടെ നിന്നതുകൊണ്ട് മാത്രം അത് ശപിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് വേദപുസ്തകം നമ്മുടെ മുന്നിൽ പറയുകയാണ്. ജീവിതത്തിൽ ദൈവം എന്തുമാത്രം അവസരങ്ങളാണ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ലൂക്കാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, 3 വർഷമായിട്ടും ഫലം കായ്ക്കാത്ത ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയുന്നത്. കൃഷിക്കാരൻ വന്ന് പറയുന്നുണ്ട്, 3 വർഷമായി ഞാൻ നോക്കുന്നു, ഇതിൽ നിന്ന് ഫലങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് വെട്ടി നശിപ്പിക്കാം. എന്തിന് വെറുതെ നിലം പാഴാക്കണം? ആ കൃഷിക്കാരൻ ഉടമസ്ഥനോട് പറയുന്നുണ്ട്, ഒരവസരം കൂടി തരിക, ഞാനതിന് വെള്ളമൊഴിക്കാം, ഞാനതിന് വളമിട്ട് കൊടുക്കാം. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഫലം പുറപ്പെടുവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ചിട്ടുള്ളവര്, ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവര്, പ്രിയപ്പെട്ടവരെ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക? വേദപുസ്തകം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ധ്യാനചിന്ത, നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നവരായി മാറണം, ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറണം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തില് 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ വചനം ഇങ്ങനെയാ പറയുന്നത്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറണം. വേദപുസ്തകത്തിന്റെ താളുകളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് ജെറമിയ പ്രവാചകൻ പറയുന്നത് എന്താ? അവര് ആറ്റുതീരത്ത് നട്ട മരത്തെ പോലെയാണ്. എന്താണ് ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തിന്റെ പ്രത്യേകത? ഒന്നാമതായിട്ട് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. രണ്ടാമതായിട്ട് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. മൂന്നാമതായിട്ട് അതിന് ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ല. നാലാമതായിട്ട് വരൾച്ചയുടെ കാലത്തും അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമാണെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. കാരണം വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിക്കൊണ്ടിരിക്കുന്നതിനാൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമായി മാറണം. ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമാകണമെങ്കിലോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറണം. കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം. ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിനൊന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ല, അതിൻ്റെ ഇലകളെന്നും പച്ചയാണ്, അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഭയമുള്ള വ്യക്തികളാണെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അമിതമായിട്ട് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മൾ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമല്ല. കാരണം എന്താ? ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തിന് ഒന്നിനെക്കുറിച്ചും ഭയമില്ല, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ല, അത് ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലങ്ങൾ നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുക. അപ്പോൾ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറണം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അവൻ എന്ത് ചെയ്യുന്നതിന് മുമ്പും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, പരാജയം ഉണ്ടാകുമ്പോഴല്ല ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ദൈവാശ്രയ ബോധത്തോടെ ചെയ്യുന്നവനാണെങ്കിൽ, ആകാശത്തിലെ പക്ഷികളെ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും ദൈവം എത്ര മനോഹരമായിട്ടാണ് അവയെ തീറ്റിപ്പോറ്റുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം എത്ര മനോഹരമായിട്ടാണ് പരിപാലിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണോ? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങണം. രണ്ടാമത്തെ ധ്യാനചിന്ത, നമ്മൾ ഫലങ്ങൾ, നല്ല ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണം.
യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാം അധ്യായത്തില് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, മുന്തിരിച്ചെടിയോട് അതിൻ്റെ ശാഖ ചേർന്ന് നിൽക്കുന്നത് പോലെ, തായ്തണ്ടിനോട് അതിൻ്റെ ശാഖ ചേർന്ന് നിൽക്കുന്നത് പോലെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവര്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ, നമ്മളിൽ എല്ലാവരിലും ദൈവം വസിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നുണ്ടോ? നാം ദൈവത്തിലാകാൻ ശ്രമിക്കുന്നുണ്ടോ? ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തായ്തണ്ടിനോട് ശാഖ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ ശാഖ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് നല്ല ഫലങ്ങൾ ഭൂമിയിൽ പുറപ്പെടുവിക്കുന്നത്. നമ്മൾ ഫലം പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്നുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തോട് ചേർന്നുകൊണ്ടാണോ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് ചെയ്യുന്ന സകല പ്രവൃത്തികളും ഫലം പുറപ്പെടുവിക്കുമെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ധ്യാനചിന്ത, നല്ല ഫലം പുറപ്പെടുവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല നിലത്ത് വീണായ വിത്തായി തീരണം. നല്ല നിലത്ത് വീണായ വിത്തായി തീരണം. ലൂക്കാ എഴുതിയ സുവിശേഷത്തില് 8-ാം അധ്യായത്തില് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ചിലത് നല്ല നിലത്ത് വീണു, അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ചില വിത്ത് നല്ല നിലത്ത് വീണു, അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളുകൾക്കിടയിൽ വീണു. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് മാത്രമാണ് ഫലം പുറപ്പെടുവിച്ചത്. നല്ല നിലത്ത് വീഴുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എങ്ങനെയാണ് ഒരുവന് നല്ല നിലത്ത് വീണ വിത്തായി മാറുവാനായിട്ട് സാധിക്കുന്നത്? നല്ല നിലത്ത് വീണ വിത്ത് ഫലം പുറപ്പെടുവിക്കുമെങ്കിൽ, നാം നല്ല നിലത്ത് വീഴണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തില് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ആരാണ് 30, 60 മേനി 100 മേനിയും ഒക്കെ ഫലം പുറപ്പെടുവിക്കുന്നത്? വചനം കേട്ടിട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടാൽ പോരാ, ധ്യാനങ്ങൾ കൂടിയാൽ പോരാ. നമ്മൾ വചനം കേൾക്കുക മാത്രം ചെയ്യാതെ വചനം കേട്ട് ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മിൽ ഫലം പുറപ്പെടുവിക്കണം. അങ്ങനെ വചനം കേട്ട് ഗ്രഹിക്കണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? ലൂക്ക 24:45 വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം യേശു അവരുടെ മനസ്സിനെ തുറന്നു. അതെ, വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സിനെ അവൻ തുറന്നു. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം ഒരുവന് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ പറ്റുന്നത് എപ്പോഴാ? ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തെ തുറക്കുമ്പോഴാണ് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ പറ്റുന്നത്. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുന്നവനാണ് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യണം. ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹമുണ്ടോ? ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നല്ല നിലത്ത് വീണ വിത്തായി തീരും. അതേ പ്രിയപ്പെട്ടവരെ, നല്ല നിലത്ത് വീണ വിത്തായി മാറണം. നല്ല നിലത്ത് വീണ വിത്തായി മാറുവാനായിട്ട് നമ്മൾ വചനം കേട്ട് ഗ്രഹിക്കുന്നവരായി മാറണം. വചനം കേട്ട് ഗ്രഹിക്കണമെങ്കിലോ യേശു നമ്മുടെ ഹൃദയത്തെ തുറക്കണം. ദൈവം നമ്മുടെ മനസ്സിനെ തുറക്കണം. വേദപുസ്തകത്തിലെ വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം ദൈവം നമ്മുടെ മനസ്സിനെ തുറക്കുമ്പോഴാണ് വചനങ്ങൾ വ്യക്തതയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതെ, ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് ദൈവവചനം പറയുന്നു, നിലത്തു വീണ് അഴിയണം. നിലത്തു വീണ് അഴിയണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് 24-ാമത്തെ വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അഴിയുന്നെങ്കിലോ ഗോതമ്പ് മണിയായിട്ട് തന്നെ നിന്നാൽ എങ്ങനെയാണത് ഫലം പുറപ്പെടുവിക്കുക? അത് നിലത്ത് വീഴണം, അത് അഴിയണം. പ്രിയപ്പെട്ടവരെ, ഗോതമ്പ് മണി തകർക്കപ്പെടുമ്പോ, ഗോതമ്പ് മണി ഉടയ്ക്കപ്പെടുമ്പോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അതിൽ നിന്ന് ഇതാ ഒരു പുതിയ ജീവൻ രൂപപ്പെടുകയാണ്. ഒരു സൃഷ്ടി സംഭവിക്കുന്നതിന് മുമ്പ് ഒരു ഈറ്റുനോവുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അനുഭവിക്കുന്ന വേദനയുടെ തീവ്രത എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, നിലത്ത് വീണ് അഴിയുമ്പോഴാണ്, തകർക്കപ്പെടുമ്പോഴാണ്, ഉടയ്ക്കപ്പെടുമ്പോഴാണ് ഒരുവന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിത, തകർന്ന സഹന അനുഭവങ്ങളുടെ തീവ്രതയിലൂടെ നീ കടന്നു പോവുകയാണോ? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ നിന്റെ ജീവിതം തകർക്കപ്പെടുന്ന, ഉടയ്ക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? നിന്നിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവാൻ സമയമായി. പ്രിയപ്പെട്ടവരെ, ഇത് സഹനത്തിന്റെ അനുഭവങ്ങളാണ്. കഷ്ടതയുടെ ചൂളയിലൂടെ കർത്താവ് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കി വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചില സഹനാനുഭവങ്ങൾ അത് നമ്മളെ നശിപ്പിക്കാനുള്ളതല്ല, നമ്മളെ കൂടുതൽ അതിൽ നിന്ന് ഒരു പെൻസിൽ വെട്ടി മൂർച്ച കൂട്ടുന്നത് കണക്ക് പ്രിയപ്പെട്ടവരെ, സഹനാനുഭവങ്ങൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ധ്യാനം, ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ അനേകർ വരുന്നുണ്ട്. നേതൃത്വ നിരയിലുള്ള അനേകർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ധ്യാനത്തിൽ അനേകം നല്ല നല്ല പ്രസംഗകരെ വിളിക്കുകയാണ്. എന്നാൽ ധ്യാനം തുടങ്ങാൻ സമയമായപ്പോൾ ധ്യാനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ പ്രസംഗിക്കുവാനായിട്ട് നിയോഗം ലഭിച്ചവരെല്ലാം പലരായിട്ട് വിളിച്ചു പറയുകയാണ്, പ്രത്യേക ചില സാഹചര്യങ്ങളാൽ വരാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആ ധ്യാനത്തിന് സഹായിക്കുവാനായിട്ട് ഒരു പാട്ടുകാരനും ഞാനും മാത്രമായി അവശേഷിച്ചു. സംഭവിച്ചതെന്താ? പ്രിയപ്പെട്ടവരെ, അനേകരെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് അവർ വരാതിരുന്നപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ ആ പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. അതിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ വാർത്തെടുത്തു. ഇന്ന് ഫയർ കോൺഫറൻസ് നടക്കുമ്പോൾ, വളർച്ചാ ധ്യാനങ്ങൾ നടത്തുമ്പോൾ, ധ്യാനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ക്ലാസ് എടുക്കുന്ന വിധത്തിൽ എന്നെ പാകപ്പെടുത്തുവാനായിട്ട് ദൈവം ഒരുക്കിയ വഴി എന്ന് പറഞ്ഞാൽ, വിളിച്ച വ്യക്തികൾക്ക് അസൗകര്യങ്ങൾ ഒരുക്കി വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ക്രമപ്പെടുത്തി. ഒരുപക്ഷെ എൻ്റെ ഉള്ളു ഭയന്നു ആ നിമിഷങ്ങളിൽ. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഞാനത് ചെയ്യാൻ തയ്യാറായപ്പോൾ സംഭവിച്ചതെന്താ? പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് ഒരു വലിയ കാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സ്നേഹിത, ശുശ്രൂഷയുടെ മേഖലയിൽ ഏതെങ്കിലും തകർച്ചകൾ, ഏതെങ്കിലും അസ്വസ്ഥതകൾ, ഏതെങ്കിലും ഭാരങ്ങൾ വരുമ്പോൾ അതിൽ ഒരു വീര്യപ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി കടന്നു വരുവാൻ സമയമായി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിലത്ത് വീണ് അഴിയാൻ തക്കവണ്ണം നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുന്നത്. അഞ്ചാമത്തെ ധ്യാനചിന്ത, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരായി മാറണം, നീതിമാന്മാരെ പോലെയായി മാറണം. സങ്കീർത്തനം 92, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ വളരും, അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. എന്താ വചനം പറയുന്നത്? നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ഒരുവൻ നീതി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ, വേദപുസ്തകത്തിന്റെ താളുകളിൽ ചുരുക്കം ചിലരെ നീതിമാന്മാരെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു, ജോബ് നീതിമാനായിരുന്നു, നോഹ നീതിമാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ നീതി പ്രവർത്തിക്കുന്നവര് പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ വളരും, അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നടപ്പെട്ടവനാണെങ്കിൽ, നീതി പ്രവർത്തിക്കുന്നവൻ കർത്താവിൻ്റെ ഭവനത്തിൽ നടപ്പെട്ടിരിക്കുന്നവനാണ്. നീതി പ്രവർത്തിക്കുന്നവനെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു,
വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. അതെ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന് റിട്ടയർമെന്റ് എന്ന് പറയുന്നതില്ല. അവന്റെ വിശ്രമകാലം സ്വർഗീയ നാട്ടിൽ മാത്രമാണ്. മരണം വരെ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. വചനം പറയുന്നത് എന്താ? നീ നീതി പ്രവർത്തിക്കുന്നവനാണെങ്കിൽ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കും, വയസ്സാകുമ്പോഴും ഫലം പുറപ്പെടുവിക്കും, വൃദ്ധനായിരിക്കുമ്പോഴും ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല. ഒരുപക്ഷെ പ്രായമായി എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? പ്രിയപ്പെട്ട സ്നേഹിത, നിന്റെ വാർദ്ധക്യത്തിൻ്റെ, നിന്റെ പരിമിതികളിൽ നിന്നെക്കൊണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീതി പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ നീ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടി? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി. ഫലം തരാത്ത അത്തിവൃക്ഷത്തെ ശപിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറണം. കർത്താവ് വീണ്ടും വീണ്ടും അവസരം തരുന്നത് ഇനിയെങ്കിലും നമ്മൾ ഫലം പുറപ്പെടുവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. രണ്ടാമതായിട്ട് നല്ല നിലത്ത് വീഴണം. മൂന്നാമതായിട്ട് ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം. നാലാമതായിട്ട് നിലത്ത് വീണ് അഴിയണം. അഞ്ചാമതായിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരായി മാറണം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നീ പ്രത്യേകം തിരഞ്ഞെടുത്ത ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവാൻ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്ന് നിൽക്കുന്നത് പോലെ, വൃക്ഷം ആറ്റുതീരത്ത് നടപ്പെട്ടതുപോലെ, കർത്താവിൻ്റെ അങ്കണത്തിൽ നടപ്പെട്ടിരിക്കുന്നത് പോലെ വചനം കേട്ട് ഗ്രഹിച്ചുകൊണ്ട് നിലത്ത് വീണ് അഴിഞ്ഞുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രകടിപ്പിക്കുവാൻ, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.